അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 and 1/2 മീറ്റർ. അപ്പോ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 and 1/2 മീറ്റർ ആണ്. ആൻഡ് വൺ ഓഫ് ദി അതർ സൈഡ് ഈസ് 1/2 മീറ്റർ. ഇനി ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, അതിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് 1/2, അത് ഇതുമാകാം ഇതുമാകാം, ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇതിനെ 1/2 മീറ്റർ എന്ന് എടുക്കുന്നു. ഓക്കെ, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ. ഈ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പെരിമീറ്റർ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഈ മൂന്ന് സൈഡും കൂടി ആഡ് ചെയ്യുമ്പോഴാണ്, ഇതിന്റെ ലെങ്ത് പ്ലസ് ഇതിന്റെ ലെങ്ത് പ്ലസ് ഇതിന്റെ ലെങ്ത്, ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെരിമീറ്റർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സൈഡ് അറിയാം, മൂന്നാമത്തെ സൈഡ് നമുക്ക് അറിയില്ല. അതും കൂടി കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് പെരിമീറ്റർ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം എ ബി എന്ന് പറയുന്ന ഈ ഒരു സൈഡ് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണല്ലേ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്ത് അപ്ലൈ ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് അല്ലേ കാണേണ്ടത്. ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ബൈ പൈതഗോറസ് തിയറം. എന്താ? എ ബി ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് അല്ലേ, അപ്പൊ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ. അതായത് എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സി എന്ന് പറയുന്നത് 1 and 1/2 അല്ലേ. അപ്പോൾ 1 and 1/2 സ്ക്വയർ മൈനസ് ബി സി എന്ന് പറയുന്നത് 1/2 സ്ക്വയർ. ഓക്കെ, ഇത് മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ. മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇതിനെ മാറ്റി എഴുതുക. എങ്ങനെയാ? 2 into 1 plus 1 എത്രയാ? 3 divided by 2. ഇവിടെ ഡിവൈഡ് ബൈ 2 ഇവിടെ കിടക്കുന്ന 2 എഴുതാം. 3/2 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4, മൈനസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് 1, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4. അപ്പോ സ്ക്വയർ റൂട്ട് ഓഫ് 9/4 മൈനസ് 1/4. ഡിനോമിനേറ്റർ രണ്ടും സെയിം അല്ലേ വന്നത്. അപ്പൊ നമുക്ക് അതിനെ കോമൺ ആയിട്ട് താഴെ ഡിനോമിനേറ്ററിൽ എഴുതാം. ബാക്കി 9 മൈനസ് 1 ഈക്വൽ ടു 8. അപ്പോ സ്ക്വയർ റൂട്ട് ഓഫ് 8 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 2. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 2 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ എ ബിയുടെ ലെങ്ത് എത്രയെന്നാ കിട്ടിയത്? √2 മീറ്റർ. അപ്പൊ മൂന്ന് സൈഡിന്റെ ലെങ്തും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പെരിമീറ്റർ കണ്ടുപിടിക്കാം. അപ്പോ പെരിമീറ്റർ ഈക്വൽ ടു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി അല്ലേ. എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. എ ബിയുടെ ലെങ്ത് എത്രയാ? √2 പ്ലസ് ബി സി എന്ന് പറയുന്നത് 1/2 പ്ലസ് എ സി എന്ന് പറയുന്നത് 1 and 1/2. 1 and 1/2നെ 3/2 നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ആ 3/2 എഴുതിയാൽ മതി. അതായത് √2 പ്ലസ് 1/2 പ്ലസ് 3/2 എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഡിനോമിനേറ്റർ സെയിം, അപ്പൊ ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. 1 + 3 4 ഡിവൈഡഡ് ബൈ 2, അതായത് √2 പ്ലസ് 2. നമുക്ക് √2ന്റെ വാല്യൂ അറിയാം. എത്രയാ? 1.414 പ്ലസ് 2. നമുക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നത്? 1.414 പ്ലസ് 2 എവിടെ എഴുതേണ്ടത്? ഇവിടെ ഇങ്ങോട്ട് വരുന്ന എല്ലാം ഡെസിമൽ വാല്യൂസ് ആണ് ഇങ്ങോട്ട് എഴുതുന്നത്. 2 എന്ന് വെച്ചാൽ 2.0 എന്ന്. അപ്പൊ നമുക്ക് ഇവിടെ വേണം 2 എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോ 4 പ്ലസ് 0 4, 1 + 2 3. നമുക്ക് എന്ത് കിട്ടി? 3.414 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് മീറ്ററിലാണോ വേണ്ടത്? അപ് ടു എ സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ മീറ്ററിന് നമ്മൾ എന്താക്കി എഴുതണം? സെന്റിമീറ്റർ ആക്കി എഴുതണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. 3.414 ഇൻറ്റു 100. ഇവിടെ 2 0 അല്ലേ ഉള്ളു. അപ്പൊ ഈ ഡെസിമൽ പ്ലേസ് 2 സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറും. അപ്പൊ എന്ത് വരും? 341.4 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The picture below shows an equilateral triangle cut into 2 triangles along a line through the middle. അതായത് നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ അതിന്റെ നടുക്കൂടെ മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് 2 പീസ് ആക്കിയേക്കുന്നതാണ്. നമുക്ക് എന്ത് ചെയ്തേക്കുന്നത്? മിഡിലിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 2 പീസ് ആക്കിയേക്കുന്നതിന്റെ പിക്ചർ ആണ് നമുക്ക് താഴെ തന്നേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്? അതായത് ഈ ഒരെണ്ണത്തിന്റെ ഒരു സ്മോൾ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഇതിന്റെ പെരിമീറ്റർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദി ഹോൾ ട്രയാങ്കിൾ? ഈ മൊത്തത്തിലുള്ള ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ട്രയാങ്കിളിനെ കാട്ടി എത്ര ചെറുതാണ് ഈ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നേക്കുന്നത്? നമ്മളുടെ കയ്യിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ലെങ്ത് എത്രയാ നോക്കിയേ, 2 അല്ലേ? അപ്പൊ ഇങ്ങനെ 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ സൈഡ് ലെങ്ത് ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്തു? നടുക്കൂടെ കട്ട് ചെയ്തു. അപ്പൊ കിട്ടിയ രണ്ട് കുഞ്ഞു ട്രയാങ്കിൾ ആണ് ഇവിടെ. അതിൽ ഒരെണ്ണം ഞാൻ ഇവിടെ എടുത്ത് വരച്ചേക്കാം. ഓക്കെ, ഇതിന് നോക്കി ഈ ചെറിയ ഈ ഒരു പീസിനാണ് ഞാൻ ഇവിടെ എടുത്ത് വരച്ചു വെച്ചേക്കുന്നത്. നമുക്കൊരു ABC എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന്റെ ഈ സൈഡ് ലെങ്ത് എത്രയാണ്? 2 മീറ്റർ ആണ്. ഇത് എത്രയായിരിക്കും? BC എത്രയായിരിക്കും? നോക്കി, നമ്മൾ മിഡിൽ കൂടെ അല്ലേ കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് പകുതി പകുതി ആയിട്ട് പോത്തില്ലേ? ഇവിടെ 1 മീറ്ററും ഇവിടെ 1 മീറ്ററും. അപ്പൊ BC എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ചെറിയ ഈ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു AC എന്ന് പറയുന്ന സൈഡ് എന്താണെന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അതിനുവേണ്ടി നമുക്ക് ഏത് തിയറം യൂസ് ചെയ്യാം? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്കിവിടെ AC, ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അതായത് AB സ്ക്വയർ മൈനസ് BC സ്ക്വയർ. AB സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് BC എന്ന് പറയുന്നത് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 1 ഈക്വൽ ടു √3 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു സൈഡിന്റെ ലെങ്ത് എത്രയാണ്? √3 മീറ്റർ. ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാമല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യനിലെ വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്, അതായത് ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ്. അപ്പോ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താ? AB പ്ലസ് BC പ്ലസ് AC. അതായത് AB എന്ന് പറയുന്നത് എത്രയാ? 2 പ്ലസ് BC എന്ന് പറയുന്നത് 1 പ്ലസ് √3. 2 പ്ലസ് 1 എന്ന് പറയുന്നത് 3. 3 പ്ലസ് √3. √3യുടെ വാല്യൂ എന്താ? 3 പ്ലസ് 1.732. അപ്പോ നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.732 മീറ്റർ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ? നമ്മളുടെ ഈ വലിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിന്റെ പെരിമീറ്ററിനെ കാട്ടി എത്ര ചെറുതാണ് ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇതിന്റെ പെരിമീറ്ററിന്റെയും കൂടെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോ ഈ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താ? പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ എന്താ? പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ എന്താ? 2 പ്ലസ് 2 പ്ലസ് 2 അല്ലെ. 2 പ്ലസ് 2 പ്ലസ് 2 ഈക്വൽ ടു 6 മീറ്റർ എന്ന് കിട്ടി. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എന്താണെന്ന് നോക്കണം. ഡിഫറൻസ് എത്രയാ? 6 മൈനസ് 4.732. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് എടുത്തെഴുതുന്നത്? അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ല. 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.000. ഇവിടെ 3 ഡെസിമൽ പ്ലേസ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ 3 സീറോ ഇട്ട് കൊടുത്തത്. അപ്പൊ 6 മൈനസ് 4.732. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ബോറോ ചെയ്യുക. 0 2 പോകില്ല. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നിന്ന് ബോറോ ചെയ്യണം. ഇവിടുന്ന് 5 ആകും, 9 ഇവിടെ 10 ആവും. 10 മൈനസ് 2 8, 9 മൈനസ് 3 6, 9 മൈനസ് 7 2. പോയിന്റ് അതേപോലെ എഴുതുക. 5 മൈനസ് 4 1. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1.268 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. We have seen how can we go on drawing right triangle like this. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു രീതിയിൽ റൈറ്റ് ട്രയാങ്കിൾ വരച്ച് പോകുന്ന കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ. What are the length of the sides of 10th triangle in this pattern? ഈ ഒരു പാറ്റേണിൽ നമ്മൾ വരച്ച് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 10th ട്രയാങ്കിൾ, 10ാമത് വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന്റെയും ലെങ്ത് എത്രയാണെന്നാണ് ആദ്യത്തെ ചോദ്യം. How much more is perimeter of 10th triangle than that of 9th? അതായത് 9th ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനെ കാട്ടി എത്ര കൂടുതലാണ് 10th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ റഫായിട്ട് വരച്ചേക്കാണ്. 4 കഴിഞ്ഞ് എക്സെട്ര പോയി. ഇത് 9th ട്രയാങ്കിൾ ആണ്, ഇത് 10th ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ 10th ട്രയാങ്കിളിന്റെ
സൈഡ്സിന്റെ ലെങ്ത് ആണ് നമുക്ക് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മളിത് ആദ്യമേ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് ഓഫ് നമുക്ക് ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് അല്ലേ, ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് കുറെ ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് √2. അപ്പോ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് √2. സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയാ പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, അതായത് √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു √2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 പ്ലസ് 1 ഈക്വൽ ടു √3. അപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് √3 ആണ്. ഇനി മൂന്നാമത്തെ എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 3 പ്ലസ് 1 ഈക്വൽ ടു √4. ഇനി നാലാമത്തെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് √4. ഇനി നാലാമത്തെ ട്രയാങ്കിളിന്റെ എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് √4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 1 ഈക്വൽ ടു √5. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് √5. നമ്മൾ നോക്കി ഈ ഒരു പാറ്റേൺ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ √2, സെക്കൻഡ് ട്രയാങ്കിളിന്റെ ആണെങ്കിൽ √3, തേർഡിന്റെ ആണെങ്കിൽ √4, ഫോർത്തിന്റെ ആണെങ്കിൽ √5. നോക്കി ഒരെണ്ണം കൂടിയല്ലേ വരുന്നത്. 1 ആണെങ്കിൽ √1നെക്കാട്ടി ഒന്ന് കൂടിയിട്ടുള്ള 2, സെക്കൻഡ് ആകുമ്പോഴത്തേനും √3. അങ്ങനെയാണെങ്കിൽ നയൻത് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയായിരിക്കും? √9നെക്കാട്ടി ഒന്ന് കൂടുമല്ലോ, √10. അതുപോലെ ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഓഫ് 10th ട്രയാങ്കിൾ എത്രയായിരിക്കും? √10നെക്കാട്ടി ഒന്ന് കൂടിയിട്ടുള്ള 11. അതായത് നയൻത് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് √10 അല്ലേ. 10th ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് √11. നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് ഈ ഒരു സൈഡ് √11 എന്ന് കിട്ടി, ഈ സൈഡ് √10 എന്ന് കിട്ടി, ഈ സൈഡ് നമുക്കറിയാം 1 മീറ്റർ. ആ ഒരു ലെങ്ത്തിലല്ലേ നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നത്. ഇവിടെ വരുന്ന സൈഡ് എല്ലാം 1 മീറ്റർ ആണ്. അപ്പോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെത് എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ, ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ എന്തൊക്കെയാ? 1 മീറ്റർ, √11 മീറ്റർ, അതുപോലെ √10 മീറ്റർ. അപ്പൊ നമുക്ക് 10th ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? ഹൗ മച്ച് മോർ ഈസ് പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് 9th ട്രയാങ്കിൾ. അതായത് 10th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 9th ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനെ കാട്ടി എത്ര കൂടുതലാണ്? അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ സൈഡ് ലെങ്തും നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇതിന്റെ ഈ ഒരു സൈഡ് ലെങ്ത് എത്രയാണെന്നറിയാം? 1 മീറ്റർ ആണെന്നറിയാം. ഈ സൈഡ് ലെങ്ത് എത്രയാണ്? AP എന്ന് പറയുന്നത് PQ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. AP എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പാറ്റേൺ, ഇത് √11 √10 അങ്ങനെയാണെങ്കിൽ ഇത് √9 ഈക്വൽ ടു 3. അതായത് ഈ സൈഡ് ലെങ്ത് എത്രയാണ്? 3. ഇനി നമുക്ക് ഇതിന്റെ പെരിമീറ്റർ, ഈ ട്രയാങ്കിളിന്റെയും ഈ ട്രയാങ്കിളിന്റെയും പെരിമീറ്റർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ 10th ട്രയാങ്കിളിന്റെ പെരിമീറ്ററും കാണണം, 9th ട്രയാങ്കിളിന്റെ പെരിമീറ്ററും കാണണം. അപ്പൊ നമുക്ക് ആദ്യം പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കാം? √11 പ്ലസ് √10 പ്ലസ് 1 അല്ലേ, √11 പ്ലസ് √10 പ്ലസ് 1. ഇനി അടുത്ത പെരിമീറ്റർ ഓഫ് 9th ട്രയാങ്കിൾ എന്താണ്? √10 പ്ലസ് 3 പ്ലസ് 1 അല്ലേ, √10 പ്ലസ് 3 പ്ലസ് 1, അതായത് √10 പ്ലസ് 4. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൗ മച്ച് മോർ ഈസ് പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് 9? എത്ര കൂടുതലാണ്? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡിഫറൻസ് ഇൻ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ വലിയതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അതായത് √11 പ്ലസ് √10 പ്ലസ് 1 മൈനസ് √10 പ്ലസ് 4. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. √11 പ്ലസ് √10 പ്ലസ് 1, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് √10, മൈനസും പ്ലസും കൂടി മൈനസ്, അപ്പൊ -4, പ്ലസ് √10ഉം മൈനസ് √10ഉം ക്യാൻസൽ. ഇനി √11
1 - 4, ഇവിടെ ബാക്കി 1 - 4 അല്ലേ ഉള്ളത്. 1 - 4 എന്ന് പറയുന്നത് -3. √11 - 3 മീറ്റർ. അതായത് ഇതിന്റെ അർത്ഥം എന്താ? 10th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 9th ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനെ കാട്ടി √11 - 3 മീറ്റർ കൂടുതലാണ്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 സെന്റിമീറ്റർ ആൻഡ് √3 സെന്റിമീറ്റർ? അതായത് √2 സെന്റിമീറ്ററും √3 സെന്റിമീറ്ററും പെർപെൻഡിക്കുലർ സൈഡ്സ് ആയിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പെർപെൻഡിക്കുലർ സൈഡ്സ്? അതായത് 90 ഡിഗ്രിയോട് ചേർന്ന് വരുന്ന രണ്ട് സൈഡില്ലേ, ഞാനത് റൈറ്റ് ട്രയാങ്കിൾ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. 90 ഡിഗ്രിക്ക് അടുത്തടുത്ത് വരുന്ന ഈ രണ്ട് സൈഡ്, ഇതിനെയാണ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത് √3 സെന്റിമീറ്ററും √2 സെന്റിമീറ്ററും ആണെങ്കിൽ ആ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓക്കെ, ഈ AC എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് ഏത് തിയറം യൂസ് ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അതായത് എന്താണ്? BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് √3 സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് √3 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്ലസ് √2 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2. അതായത് √5 സെന്റിമീറ്റർ, √5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഈ സൈഡിന്റെ ലെങ്ത് എത്രയാണ്? √5 സെന്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മച്ച് മോർ ഈസ് ദി സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദി ഹൈപ്പോട്ടന്യൂസ്? അതായത് ഈ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്, അതായത് ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സിന്റെയും സം എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്തിനെ കാട്ടി എത്ര കൂടുതലാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഈ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സം, അതായത് √2 പ്ലസ് √3 എന്ന് പറയുന്നത് ഈ ഹൈപ്പോട്ടന്യൂസിനെ കാട്ടി എത്ര കൂടുതലാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് കണ്ടുപിടിക്കണം അല്ലേ? സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്താ? ഈക്വൽ ടു √2 പ്ലസ് √3. √2ന്റെ വാല്യൂ എന്താ? 1.414 പ്ലസ് 1.732. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, 1.414 പ്ലസ് 1.732 ഈ ഒരു രീതിയിൽ വേണം എഴുതാൻ. 4 + 2 6, 1 + 3 4, 4 + 7 11. ഇനി ഡെസിമൽ അതുപോലെ എഴുതുക. 1 + 1 + 1 3. നമുക്ക് എത്ര കിട്ടി? 3.146. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് മോർ ഈസ് ദി സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദി ഹൈപ്പോട്ടന്യൂസ്? അതായത് ഈ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഹൈപ്പോട്ടന്യൂസിനെ കാട്ടി എത്ര കൂടുതലാണ്? അതായത് ആ ഒരു ഡിഫറൻസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര കൂടുതലാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡിഫറൻസ് അല്ലേ എടുക്കുന്നത്. ഡിഫറൻസ് എത്രയാ? 3.146 മൈനസ് √5 സെന്റിമീറ്റർ. ഇത്രയും കൂടുതലാണ്.